പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടെ ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം തരുന്ന നല്ല ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികളുടെയും പോരാട്ടത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ നാമത്തെ നാം ഉയർത്തുന്നവരായി തീരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ സൂം മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ, ഞാൻ പറഞ്ഞ മെസ്സേജിന് മുമ്പായിട്ട് 81 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിൽ ഒരു വാക്യം നമ്മളവിടെ കാണുന്നു. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കാഹളമൂതുവിൻ. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ മെസ്സേജ് പറയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വാക്യം ദൈവസഭയോട് പറയുകയാണ്. ഇവിടെ പറയുകയാണ് 81 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിൽ, അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമിയിലും കാഹളമൂതുവാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അമാവാസിയിലായിരുന്നാലും നമ്മുടെ ഉത്സവ ദിവസമായാലും പൗർണമി ആയാലും എല്ലാ സമയത്തും കർത്താവിന് വേണ്ടി കാഹളമൂതുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. പലപ്പോഴും പലരും പറയാറുണ്ട്, ഹാളിലായിരുന്നെങ്കിൽ കടന്നു വരാമായിരുന്നു, അറ്റൻഡ് ചെയ്യാമായിരുന്നു, പക്ഷേ എനിക്ക് സൂം മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് വരാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന എക്സ്ക്യൂസുകളുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളിൽ എവിടെ ആയിരിക്കുന്നോ ആ സാഹചര്യത്തിൽ കർത്താവിനെ നാം ഉയർത്തുവാൻ, കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവം വലിയ പ്രവൃത്തി ചെയ്യുവാനിടയായിത്തീരും. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ അമാവാസിയിൽ മാത്രമാണോ അതാ ഉത്സവങ്ങളിലാണോ പൗർണമിയിലാണോ ദൈവത്തെ അന്വേഷിക്കുന്നതെന്ന് ദൈവം നോക്കുമ്പോൾ, ദൈവം തന്നിരിക്കുന്ന നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങളെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ദൈവമായി സഭയായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിൽ നിന്നൊരു വചനം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം അതിൻ്റെ 8, 9, 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഈ വചനങ്ങൾ വായിക്കാം. 55 യെശയ്യാവ് 55 അതിൻ്റെ 8 വാക്യം വായിക്കുന്നു, 8, 9. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമി നനച്ച് ഫലവത്താക്കി പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. നിവർത്തിക്കുകയും അത് അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവസന്നിധിയിൽ മതി. ആമേൻ. ഇവിടെ നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. ദൈവം കർത്താവ് നമ്മളോടൊന്ന് പറയുകയാണ്, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. നമ്മുടെ വിചാരങ്ങൾ നമ്മൾ എന്തുമാത്രം വിചാരിച്ച് ഓരോ ദിവസങ്ങളിലും നമ്മുടെ ജീവിതം, കുടുംബം, കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ജോലി, പല കാര്യങ്ങളിൽ നാം വിചാരിച്ച് പലപ്പോഴും നാം മനപ്രയാസത്തോടും വിഷമത്തോടും കൂടെ പോകുന്നവരാണ് നാം ഓരോരുത്തരും. മനുഷ്യരെങ്ങനെയാണ് പല വിചാരങ്ങളിൽ കുടുങ്ങി പ്രയാസത്തിലും പ്രതിസന്ധികളിലും നാം കടന്നു പോകാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരം. ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ വിചാരങ്ങളെ നാം എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ വിചാരങ്ങൾ അനേകമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വിചാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്, വേദനകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല. ഇവിടെ വിചാരങ്ങളും വഴികളും എന്നുള്ള 2 വിഷയമാണ് ദൈവം തൻ്റെ ജനത്തോട് നോക്കി ചോദിക്കുകയാണ്. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. അങ്ങനെ ആയിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പിന്നെ എന്തായിരിക്കുന്നു നിങ്ങളുടെ വഴികൾ? യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൽ
യേശു പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് യേശു പറഞ്ഞെങ്കിൽ, അപ്പോൾ നമ്മുടെ വഴി ഏതാണ്? ഞങ്ങളുടെ വഴി യേശുവാണ്. ഞങ്ങളുടെ സത്യം യേശുവാണ്. ഞങ്ങളുടെ വിചാരം എല്ലാം അറിയുന്നവൻ യേശുവാണ്. ഇവിടെ ദൈവത്തിൻ്റെ വിചാരത്തെ നാം തിരിച്ചറിയുവാൻ, അത് മാത്രമല്ല, അതിൻ്റെ 8-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. നാം ദൈവത്തോട് സകലതും നമ്മുടെ ആവശ്യങ്ങൾ വളരെ തുറന്നു പറയുവാൻ, നമ്മൾ അപ്പനോട് പറയുവാൻ നമുക്ക് വളരെ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ പലപ്പോഴും നാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ നമ്മുടെ പ്രാർത്ഥനകൾ, ഇഷ്ടപ്രകാരമുള്ള യാചനകളാണോ നാം ചോദിക്കാറുള്ളത്? കർത്താവെ, നിന്റെ ഹിതമാണെങ്കിൽ എന്നൊരു വാക്ക് പറഞ്ഞാണോ നാം പ്രാർത്ഥിക്കാറുള്ളത്? അല്ലെങ്കിൽ കർത്താവെ, ഞാൻ ഇന്ന ദേശത്ത്, അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ ഇന്നൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു കർത്താവെ, അത് നിന്റെ ഹിതത്തിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ടാണോ, നിന്റെ വഴികളിലൂടെയാണോ? ദൈവഹിതമായാൽ, പണ്ട് ദൈവദാസന്മാരൊക്കെ, നമ്മുടെ പഴയ അപ്പച്ചന്മാരൊക്കെ പറയും, ദൈവഹിതമായാൽ വരുന്ന മാസം നമുക്ക് 3 ദിവസം കാത്തിരിപ്പ് യോഗമായി കൂടി വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ന് കാലഘട്ടം കഴിഞ്ഞു പോയപ്പോൾ ആ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മനുഷ്യൻ സ്വയം തീരുമാനിക്കുവാനും സ്വയം ഓരോരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനും തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലായിരിക്കുമ്പോൾ, ദൈവം അങ്ങനെയുള്ള ജനത്തെ നോക്കി ദൈവം വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എൻ്റെ വിചാരങ്ങളിലല്ല നിങ്ങൾ വിചാരിക്കുന്നത്, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. നമുക്കറിയാം, ആകാശവും ഭൂമിയും തമ്മിൽ എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ട്, എത്രമാത്രം അകലമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്തവണ്ണം, അതെത്രമാത്രം ഭൂമിശാസ്ത്രപരമായി എത്രമാത്രം അത് അകന്നിരിക്കുന്നുവോ അത്രമാത്രം എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളും എൻ്റെ വഴികളും തമ്മിൽ വികലമായിരിക്കുന്നു യേശു പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തോട് ചോദിക്കുമ്പോൾ, കർത്താവെ, എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും ഇത്രത്തോളം ആകാശവും ഭൂമിയും തമ്മിൽ അകന്നിരിക്കുന്നത് പോലെ ഒരു അനുഭവത്തിലാണോ എൻ്റെ വഴികളും എൻ്റെ ജീവിതവും, എൻ്റെ ആത്മീക ജീവിതവും എൻ്റെ സഭാ ജീവിതവും എന്ന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് വിലതിരുത്തി നോക്കുമ്പോൾ, പലപ്പോഴും നാം ദൈവഹിതത്തെ തിരിച്ചറിയാതെ നമ്മുടെ വഴിയിലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലും നമ്മൾ പോകുമ്പോൾ, സ്വന്തം വഴി നാം തിരഞ്ഞെടുക്കുമ്പോൾ, നാം അവിടെയൊക്കെ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നു, നമ്മുടെ വിചാരങ്ങൾ എപ്രകാരമാണ്, ഏത് വിചാരങ്ങളാണ് നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവവചനത്തിൽ പറയുന്നു, ആത്മീകനായവൻ ആത്മീകമായതിനെ വിചാരിക്കുന്നു, അവൻ വിവേചിക്കുന്നു എന്ന് ദൈവവചനത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ, നാം ഏത് കാര്യങ്ങളിലാണ് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം ഞാൻ വായിക്കാം. ആമേൻ. ഇവിടെ മതി അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തിൽ 1 മുഴം നീട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും വിചാരപ്പെടുന്നതാണ്. മനുഷ്യ സഹജമാണ്. നാം മനുഷ്യരായിരിക്കുമ്പോൾ നാം വിചാരപ്പെടും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകും, പ്രതിബന്ധനങ്ങൾ ഉണ്ടാകും, അത് സാധാരണമാണ്. പക്ഷേ ഈ വിചാരങ്ങളെ ദൈവത്തിൻ്റെ വിചാരത്തോട് നാം മേച്ചാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമായി മാറുന്നത്.
അതെങ്ങനെ നാം തിരിച്ചറിയും ഇത് ദൈവഹിതമാണോ എന്ന്? കാരണം ദൈവം വളരെ നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു വാഗ്ദത്തമാണ്. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങളുടെ തലയിലെ അല്ലെങ്കിൽ നിങ്ങളുടെ മുടികളെല്ലാം ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു, അതൊന്ന് നിലത്ത് വീഴണമെങ്കിൽ ഞാൻ അറിയാതെ ഞാൻ വീഴത്തില്ല എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ ഇവിടെ പറയുന്നു, പിന്നെ വിചാരപ്പെടുന്നത് നിന്റെ നീളത്തിൽ നിന്ന് ഒരു മുഴം നീട്ടുവാൻ നിങ്ങൾക്ക് ആർക്ക് കഴിയും? ആമേൻ. ദൈവസന്നിധിയിൽ ആമേൻ. പത്രോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മളവിടെ കാണുന്നു, ഭക്തിക്കും ജീവനും വേണ്ടിയതൊക്കെയും നമുക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ദാനമായി നൽകിയിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നാം അനുഭവിക്കുന്നതും നാം ഇന്നായിരിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നാം ആമേൻ ദിവ്യശക്തിക്ക് വേണ്ടിയും ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടതിനാണ് ദൈവം നമുക്ക് ഭക്തിക്കും ജീവനും വേണ്ടിയതൊക്കെയും ദൈവം നമുക്ക് ഈ ദേശത്ത് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, കർത്താവിന് വേണ്ടി ശുശ്രൂഷിപ്പാൻ, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനാണ് ദൈവം നമ്മളെ ഈ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിചാരപ്പെടുന്നതിൽ നമുക്കൊരു മുഴം നീട്ടുവാൻ നമുക്ക് കഴിയുമോ? വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ടെൻഷൻ കൂട്ടുവാനല്ലാതെ നമുക്ക് അതിൽ നിന്നൊരു മോചനം ഇല്ല എന്ന് ദൈവവചനത്തിൽ പറയുമ്പോൾ, നമ്മൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ, ഞാൻ നിന്റെ മകളാണ്, ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിനക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനാണ്, പക്ഷേ എൻ്റെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന കർത്താവാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനോട് അറിയിക്കുവാൻ കർത്താവ് നമുക്കൊരു പ്രിവിലേജ് തന്നിട്ടുണ്ട്. ദൈവം എപ്പോഴും ഏത് സമയം എൻ്റെ കൃപയും കരുണയും പ്രാപിപ്പാൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ ഒരു ജീവനുള്ള പുതുവഴിയായ ക്രിസ്തു നമുക്ക് വേണ്ടിയുണ്ട്. പക്ഷേ നാം ആ വഴി നാം ഉപയോഗിക്കാതെ നാം സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം വിചാരങ്ങളിലേക്കും നാം തിരിയുമ്പോഴാണ് നമ്മുടെ വഴികളും ദൈവത്തിൻ്റെ വഴികളും ആകാശം ഭൂമിയും തമ്മിൽ അകലമാകുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുന്നുവെന്ന് ദൈവവചനത്തിലൂടെ നാം കാണുകയാണ്. കർത്താവേ, മോശ ദൈവത്തോട് ചോദിച്ചു, മോശ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. ആമേ, നിന്റെ വഴിയെന്ന് എന്നെ ഒന്ന് അറിയിക്കണമേ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ മോശയ്ക്ക് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വഴികളെ അവന് തിരിച്ചറിയുവാനിടയായി തീർന്നു എന്ന് ഈ വചനത്തിൽ കാണുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടു. അവരുടെ കടന്നുപോയ സാഹചര്യങ്ങളുടെ നടുവിലും ഓരോരോ ആ കനാൻ ദേശത്തും പല ദേശത്തും മടങ്ങി വന്ന സമയങ്ങളൊക്കെയും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവർ കണ്ട ഇസ്രായേൽ ജനം. പക്ഷേ അവർക്കന്ന് യഹോവയായ ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ മോശയ്ക്ക് യഹോവയുടെ വഴി എന്തെന്ന് അവന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് മോശ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അവന് 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ വഴി നീ എന്നെ അറിയിക്കണമേ, ഞാൻ നിന്റെ ആ സത്യത്തിൽ നടക്കേണ്ടതിന് ഞാൻ നടക്കേണ്ടുന്ന വഴി നീ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഭക്തനായ മോശയെ നമ്മളിവിടെ കാണുകയാണ്. നാം ഇവിടെ വചനത്തിൽ നമ്മൾ കണ്ടത് നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിൻ്റെ വിചാരങ്ങളെക്കാൾ എത്രമാത്രം വികലമായിരിക്കുന്നുവെന്ന് ദൈവവചനത്തിലൂടെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും അകലമായിരിക്കുന്നെങ്കിൽ ഈ അകലം മാറ്റി നമ്മുടെ വഴിയും നമ്മുടെ വിചാരങ്ങളും ദൈവത്തോട് ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മാറുമ്പോഴാണ് ആ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നാം പ്രാപിച്ചെടുക്കുവാനിടയായി തീരുന്നത്. ഇന്ന് ആമേൻ ദൈവവചനത്തിൽ നമ്മൾ തീമോഥെയോസിന്റെ ലേഖനത്തിൽ കാണുന്നു, അവർ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം ആലോചനയ്ക്കും നടക്കേണ്ടതിന് അവരെ ആ അശുദ്ധിക്കായി ദൈവം ഏൽപ്പിച്ചു കളഞ്ഞെന്ന് പറയുക. കാരണം ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തിൻ്റെ വഴികളെ നടക്കാത്ത ജനത്തെ ദൈവം അവരെക്കുറിച്ച് പറയുന്നു, അവർ ആ ഇഷ്ടമുള്ള വഴിയെ തിരച്ച് താൻ്റെ വഴികളിൽ അവർ നടക്കുമ്പോൾ അവരെ ആ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കിടന്നു. പക്ഷേ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന അശുദ്ധിക്കല്ല, ആ കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ അവൻ്റെ വഴികളിൽ നടക്കുവാൻ, കർത്താവേ, എൻ്റെ വിഷയം ഇതാണ്, എൻ്റെ പ്രതിസന്ധി ഇതാണ്,
കർത്താവെ നിന്റെ വഴി എനിക്കൊന്ന് കാണിച്ചു തരണമേ, ഇതിൻ്റെ മേലൊരു വഴി, ഇതിൻ്റെ മേലൊരു ഡോർ ഓപ്പൺ എനിക്ക് തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എത്ര അനുഭവം നമുക്ക് പറയുവാൻ കഴിയും, എത്ര അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാൻ കഴിയും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തുറന്ന ഓരോരോ വഴികൾ, നാം ചിന്തിക്കാത്തതും നാം നനയ്ക്കാത്ത പല വഴികൾ നമ്മുടെ ജീവിതത്തിൽ യഹോവയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തപ്പോൾ അവൻ്റെ പ്രവൃത്തികൾക്ക് നാം എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വഴികൾക്ക് നാം എത്രമാത്രം മുൻസ്ഥാനം നാം കൊടുക്കുന്നുവെന്ന് ദൈവവചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് വീണ്ടും എസെക്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം വന്നേക്ക്. എസെക്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. എസെക്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 29. എന്നാൽ ഇസ്രായേൽ ഗൃഹം കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. ഇസ്രായേൽ ഗൃഹമേ, എന്റെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ? ആമേൻ. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ, ആമേൻ. ഇവിടെ ഇസ്രായേൽ ഗൃഹത്തോട് ദൈവമായ കർത്താവ് പറയുകയാണ്, എന്നാൽ ഇസ്രായേൽ ഗൃഹം കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വഴി, ആമേൻ, ദൈവത്തിന്റെ വഴിയെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ വഴി അത് ചൊവ്വുള്ളതല്ല, നേരുള്ളതല്ല എന്ന് ഇസ്രായേൽ ജനം പറയുകയാണ്. താൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, നമുക്കറിയാമല്ലോ യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തില്, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്നു, എല്ലാവരും താൻ്റെ ഭവനങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയി. യേശുവോ ഒലിവുമലയിലേക്ക് പോയി പ്രാർത്ഥിപ്പാനായി യേശു പോയി എന്ന് പറഞ്ഞു. കാരണം യേശുവിനെ വിട്ടേച്ച് എല്ലാവരും താൻ്റെ വഴികളിലേക്ക് അവർ തിരിഞ്ഞുപോയി എന്നവിടെ നമ്മൾ കാണുകയാണ്. ഇവിടെ ദൈവം ഇസ്രായേൽ ജനം പറയുക, ഇസ്രായേൽ ഗൃഹം പറയുകയാണ്, കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല. ആമേൻ. ഇസ്രായേൽ ഗൃഹമേ, എൻ്റെ വഴികൾ ചൊവ്വുള്ളതല്ലയോ? നാം ദൈവത്തിൻ്റെ വഴികളെ ഒന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികളും ദൈവം നമ്മെ നടത്തിയ ഓരോ വിധങ്ങളും നാം ഇന്ന് ഓർക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊവ്വല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ഇസ്രായേൽ മക്കൾ പിന്നത്തേതിൽ കർത്താവിനോട് പിറുപിറുത്ത് പറയുകയാണ്, കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല. ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവസഭയിൽ കൂടുന്നത്, ആരാധനകൾക്ക് കൂടുന്നത്, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആമേൻ നമ്മൾ വ്യാപൃതരാകുന്നതൊക്കെയും നല്ലതല്ല. അങ്ങനെ പോകണ്ട, അധിക ദൂരം പോകണ്ട. കാരണം ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുമ്പോൾ ഫറവോൻ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അധിക ദൂരമൊന്നും പോകണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് യാഗം കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഫറവോന്യ ആധിപത്യം, ഫറവോന്യ ശക്തി ഇന്നും ദൈവസഭകളിൽ ദൈവമക്കളെ പുറകോട്ട് വലിക്കുന്ന ഒരു അന്ധകാര ശക്തി ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ പറയും, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നിടത്ത് നിന്നാ മതി, മീറ്റിങ്ങുകളിൽ പോകണ്ട, ആരാധനകൾക്ക് കൂടണ്ട, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ആമേൻ ചെയ്താൽ മതി, എന്നും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് നമ്മളെ പുറകോട്ട് പിടിക്കുമ്പോൾ ആമേൻ, ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ നമ്മൾ പറയുന്നു, ഇസ്രായേൽ ഗൃഹം മുഴുവനും, കാരണം പുറത്തുള്ള ജാതികളല്ല പറഞ്ഞ, ദൈവത്തെ അറിഞ്ഞ ഇസ്രായേൽ മക്കൾ, ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട മക്കൾ കർത്താവിനോ അവരോട് പറയുകയാണ്, യഹോവയുടെ വഴികൾ ചൊവ്വുള്ളതല്ല,
നിങ്ങളുടെ വഴികൾ ചൊവ്വല്ലത്തയല്ലയോ? അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുമെന്ന് ഈ വചനം പറയുന്നു. ഇത് നമുക്ക് കർത്താവിൻ്റെ വഴി നമുക്ക് തിരഞ്ഞെടുക്കാം. കർത്താവിൻ്റെ വഴിയിലൂടെ പോയാല് ഈ കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം പതറിപ്പോകുവാനിടയാകത്തില്ല. കാരണം കർത്താവ് നമ്മുടെ കൂടെ, നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവാണ്. നമ്മെ എപ്പോഴും കൂടെ ഇരുന്ന് ആ വഴി നടത്തുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നു എന്നുള്ള ആ ഉറപ്പ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഈ ദിവസങ്ങൾ ഉണ്ടാകുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പലപ്പോഴും നാം ഈ ലോകത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, വീണ്ടും ഒരു വചനം കൂടെ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം അതിൻ്റെ 3-ാം വാക്യം, 3ഉം 4ഉം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഞങ്ങൾ വിചാരിച്ചിട്ടല്ലാതെ ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകി പോകുകയും ചെയ്തുവല്ലോ. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ആമേൻ. ഇവിടെ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. ആമേൻ. നമ്മുടെ ജീവിതത്തോട് തന്നെ അത് തുലനം ചെയ്ത് നാം നോക്കുമ്പോൾ നാം വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ, നാം വിചാരിക്കാത്ത ഭയങ്കരമായ ഓരോരോ എത്ര അനുഭവങ്ങൾ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തി തന്നു. അവൻ ഭയങ്കര കാര്യങ്ങൾ പ്രവർത്തിച്ച് ഇറങ്ങി വന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളുടെ നടുവിൽ എത്ര അനുഭവങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രവർത്തികൾ. അവിടെ മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും നമ്മുടെ മുമ്പിൽ നിന്ന് മലകൾ പോലെ നിന്ന ചില പ്രതിസന്ധികൾ അത് ഉരുകിപ്പോയി അതിൽ നിന്നൊരു ദൈവം നമുക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ ദൈവം നമുക്ക് നൽകിയെങ്കിൽ ഇന്ന് അവനായി വിളിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മയുടെ അനുഭവങ്ങളൊക്കെയും നാം പലപ്പോഴും മറന്നു പോകുന്നവരാണ്. മനുഷ്യ സഹജമാണത്. പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവർ മറന്നുപോയി എന്ന് ദൈവവചനത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ലാത്ത എത്ര പ്രവൃത്തികൾ, നാം പോലും നനച്ചിരിക്കാത്ത എത്ര പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ലയോ? മല പോലെ പൊങ്ങി നിന്ന പല പ്രതിസന്ധികളെയും അത് ഉരുകിപ്പോകത്തക്കവണ്ണം ഒരു ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് നമ്മളെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് യെശയ്യാ പറയാണ്, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണ് കണ്ടിട്ടുമില്ല. ആമേൻ. നമ്മുടെ ദൈവം ആരാണ്? അവൻ പ്രവൃത്തിയിൽ വലിയവനാണ്. അവൻ അതിശയം പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആമേൻ. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടു മുതൽ ആരും ഇതുവരെയും കേട്ടിട്ടില്ല, കണ്ണ് കണ്ടിട്ടില്ല. ആമേൻ, ആമേൻ. ദൈവം ഒരു മനുഷ്യൻ ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നാം ആയിരിക്കുമ്പോൾ ദൈവസഭയുടെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി മുമ്പാരും കണ്ടിട്ടില്ലാത്ത, ആമേൻ, നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ചില ഭയങ്കര കാര്യങ്ങൾ ദൈവസഭയുടെ മേലെ ആത്മീകമായ ഒരു ഉയർച്ചയിലേക്കും ആത്മീകമായ ഒരു ഉത്തേജനത്തിലേക്കും ഒരു എരിവിലേക്കും ഈ ദിവസങ്ങൾ ദൈവസഭയുടെ ഒരു മടങ്ങി വരവിന് വേണ്ടി നാം എത്ര പേർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് ചില മല പോലെ നിൽക്കുന്ന, മുന്നോട്ട് വിടില്ല എന്ന് വാദിക്കുന്ന ചില മലകളെ ഉരുക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് ചിലരെ പുറത്തെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുള്ളതിനാൽ, ഹല്ലേലൂയ,
നാം അവൻ്റെ വഴികളെ തിരിച്ചറിഞ്ഞാൽ, അവൻ്റെ വഴിയിൽ നാം നടന്നാൽ, ചില പ്രതിബന്ധനങ്ങളെ ദിവസങ്ങൾ നമ്മുടെ നടുവിൽ നിന്ന് ഉരുകി മാറി ഒരു അത്ഭുത ദൈവത്തിൻ്റെ കരം ആമേൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ആമേൻ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ. ഓറിബാല ശംധര വൈരമാന ധരാധര ഘടകസ്യം ധരേ. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവേ. നിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം കാത്തിരിക്കാം, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാം, മനസ്സും എടുത്തു പോകരുത്. ആമേ സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ നാം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ എത്രമാത്രം നാം തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. മോശ എന്താണ് അറിഞ്ഞത്? യഹോവയുടെ വഴികളെ മോശ അറിഞ്ഞു. ആമേൻ. 91-ാം സങ്കീർത്തനത്തിലാണല്ലോ വാക്യം, അല്ല 103-ാം സങ്കീർത്തനത്തിലാണല്ലോ വാക്യം. ആമേൻ സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നല്ലോ അതിൻ്റെ 7-ാം വാക്യം, 103-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. വായിക്കാമോ? 103-ാം സങ്കീർത്തനം 7-ാം വാക്യം. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. ആമേൻ. അവിടെ നമ്മൾ കാണുന്നത് കണ്ടോ? മതി. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. പക്ഷേ പ്രവൃത്തി കണ്ടവർ നിൽക്കത്തില്ല. യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുമെങ്കിൽ യേശുവിനെ അനുഭവിച്ചവർ, യേശുവിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞ് യേശുവിൽ നിന്ന് പ്രാപിച്ചവർ, യേശുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടം മാത്രമേ അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. നാം ഇന്ന് ദൈവസഭയിൽ എടുത്തു നോക്കിയാൽ എത്ര പേർക്ക് വന്ന് കടന്നുപോയി. ചിലർക്ക് പ്രവൃത്തികൾ മാത്രം മതി, അവിടെ വിഷയത്തിൻ്റെ മേൽ വിടുതൽ മാത്രം മതി. പക്ഷേ അവൻ്റെ വഴികളിൽ അറിഞ്ഞ ഒരു കൂട്ടം മാത്രമേ ഇന്ന് ദൈവസഭയിൽ നിൽക്കുന്ന വിശ്വാസികൾ, ദൈവമക്കളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർ ദൈവത്തിൻ്റെ വഴി അവർ തിരിച്ചറിഞ്ഞില്ല. അവർ പ്രവൃത്തി കണ്ടു, അവരുടെ ജീവിതത്തിൽ സൗഖ്യം കണ്ടു, രോഗസൗഖ്യം കണ്ടു, അവരുടെ ജീവിതത്തിൽ ജോലിയിൽ മാറ്റം കിട്ടി, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടി. ഇതുകൊണ്ട് അവർ ഈ യേശുവിൻ്റെ വഴിയെ വിട്ട് പ്രവൃത്തിയിൽ മാത്രം ആശ്രയിച്ചു പോയപ്പോൾ, പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, നാം ഇന്ന് അവൻ്റെ വഴിയിലേക്കൊന്ന് മടങ്ങി വന്നാൽ, ആമേൻ ഹല്ലേലൂയ, അവൻ നമ്മളെ അവൻ്റെ ഹിതപ്രകാരം ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാൽ, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ ഒരു വാതിലും അടയാതിരിക്കേണ്ടതിന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ കോരശിനെ കുറിച്ച് പറയുകയാണ്. അവൻ എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും ഞാൻ അവനിൽ നിവർത്തിക്കും. ആമേൻ. അവൻ്റെ മുമ്പിൽ അവൻ വാതിലും അടയാതിരിക്കേണ്ടതിനും, ആമേൻ, ഒരു വഴിയും അവൻ്റെ മുമ്പിൽ അടയാതിരിക്കേണ്ടതിനും കോരശിന് കൂടെ ഇരുന്ന ദൈവം ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രവാതിലുകളെ ഖണ്ഡിച്ച് ഒരു വഴി അവന് വേണ്ടി ഒരുക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, ആമേൻ, ദൈവം പറയുകയാണ്, അവൻ എൻ്റെ ഇടയൻ, എൻ്റെ ദാസൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് കോരശിനെ കുറിച്ച് യേശു പറഞ്ഞെങ്കിൽ നമ്മളെക്കുറിച്ച് പറയട്ടെ, എൻ്റെ മകൻ. നിങ്ങളുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോ വഴികൾ, ഓരോ തടസ്സങ്ങളുടെ നടുവിലും, ആമേൻ, പൈശാചിക പോരാട്ടങ്ങൾ, എല്ലാ അന്ധകാര ശക്തികളുടെ മേലും, നമ്മെ മൂടുന്ന സകല അന്ധകാര ശക്തികളുടെ മേലും നാം ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ വഴിയിൽ നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ വിചാരങ്ങളിൽ ഞാനും നിങ്ങളുമായി തീരുമ്പോൾ നമ്മുടെ വഴികളെ ഈ ദിവസങ്ങളിൽ തുറന്നു വരുവാനായിട്ട്, സഭയുടെ അവസ്ഥകൾ മാറുവാൻ, സഭയുടെ പ്രവൃത്തികൾ മാറപ്പെടുവാൻ, ആത്മീകമായ ഒരു നിലവാരത്തിലേക്ക്, ആത്മീകമായ ഒരു നവീകരണത്തിലേക്ക് ഈ ദിവസങ്ങൾ കടന്നു വരുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ ഈ വചനത്തോട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസനെ പറയാം, കർത്താവേ, ഞാൻ നിൻ്റെ വഴിയിൽ നടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എപ്പോഴെങ്കിലും ഞാൻ അല്പമോ എങ്കിലും ഞാൻ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്നും മടങ്ങി വരുന്നു കർത്താവേ. ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് ഞാനൊന്നും മടങ്ങി വരുന്നു. എനിക്ക് നിൻ്റെ വഴി മതി കർത്താവേ. നിന്നെ പോയ പാത എനിക്ക് മതി കർത്താവേ. എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതെല്ലാം ഇന്നൊരു മല ഉരുകി
പോകുന്നത് പോലെ ഇന്ന് രാത്രിയിൽ അത് ഉരുകിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ മേലെ ചില പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൻ്റെ നടുവിൽ, ഉപവസിക്കുന്ന ജാഗരിക്കുന്ന ചില വിഷയത്തിൻ്റെ നടുവിൽ മഞ്ഞുരുകുന്നത് പോലെ, മല ഉരുകി ആമേൻ യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.